ഫിഷറീസ് വകുപ്പ് വേണമെന്ന പിടിവാശിയിലാണ് മുസ്ലിം ലീഗ്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തോന്നിക്കാണും, സത്യം പറഞ്ഞൊക്കെ ഇന്നലെ ഗംഭീരമായി നടന്നല്ലോ, ഇനിയും എന്താണ് മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകാത്തതെന്ന്. അതിനുള്ള കാരണം ഇതാണ്. ഫിഷറീസ് പിടിച്ച് നിർത്തുകയാണ്. ഫിഷറീസിൽ പിടിവാശിയാണ് മുസ്ലിം ലീഗിന്. വകുപ്പ് വിഭജനം കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് UDF-ൽ. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കാൻ കഴിയാതെ സർക്കാർ പ്രതിസന്ധിയിലാണ്. ഫിഷറീസ് കിട്ടിയില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കില്ലെന്നാണ് ലീഗിന്റെ നിലപാട്. ഫിഷറീസ് ലീഗിന് നൽകിയാൽ ലത്തീൻ അതിരൂപതയും ധീവര സഭയും നിലപാട് കടുപ്പിക്കുമെന്നതും കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ശ്യാമപ്രസാദ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശ്യാം, ഫിഷറീസ് വിട്ടൊരു കളിയുമില്ല, ലീഗ് പറയുന്നിടത്താണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിടിവാശിയും ഷോ ഓഫൊക്കെ എന്തിനാണ്? അവസാനം ലീഗിന്റെ കയ്യിൽ തന്നെ ഫിഷറീസ് കൊണ്ടു കൊടുക്കാനുള്ള നീക്കമല്ലേ? ശ്യാം, സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് ഫോട്ടോയെടുപ്പും കഴിഞ്ഞ് അഭിനന്ദനവും കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും നിലവിൽ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച വിജ്ഞാപനത്തിലെ അവ്യക്തത തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇറങ്ങുന്നത് വൈകുകയാണ്. ഈ മണിക്കൂറുകളിലും പ്രധാനമായും ലോക് ഭവനിലേക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പട്ടിക കൈമാറേണ്ടതുണ്ട്. പൊതുഭരണ വകുപ്പ് വിജ്ഞാപനം സംബന്ധിച്ച് ഉത്തരവിറക്കേണ്ടതുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും അനന്തമായി നീളുന്നൊരു സാഹചര്യമാണ് ഈ മണിക്കൂറുകളിലുള്ളത്. പ്രധാനമായും ഫിഷറീസ് വകുപ്പിൽ തട്ടി ലീഗിൻ്റെ നിലപാടും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തർക്കത്തിലേക്ക് ഉടലെടുത്തിരിക്കുന്നത്. പ്രധാനമായും ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകണമെന്നാണ് ലീഗിൻ്റെ ആവശ്യം. അങ്ങനെ നിലവിൽ അതിനാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറുകയുള്ളൂ എന്നാണ് ലീഗിൻ്റെ നിലപാട്. എന്നാൽ ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകേണ്ടതില്ല എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനകത്തു നിന്ന് പ്രധാനമായും ശക്തമായ ഒരു വികാരം ഉയരുന്നത്. പ്രധാനമായും ലത്തീൻ അതിരൂപതയുടെയും ധീവര സമുദായത്തിൻ്റെ എല്ലാം ശക്തമായൊരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകേണ്ടെന്നാണ് കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു എൻ്റെ ചോദ്യം. ഇങ്ങനെ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല, അവസാനം വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമായിട്ടാണ് പലപ്പോഴും ഇത് വിലയിരുത്തപ്പെടുന്നത്. അല്ലാതെ ഈ വിഷയത്തിൽ എന്തിനാണ് ഈ കടുംപിടുത്തം? ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നമ്മൾ കണ്ടതാണ്, എന്തൊരു ഷോ ഓഫ് ആയിരുന്നു എൻ്റെ അമ്മേ. എന്നിട്ട് അവസാനം എന്തായി? ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗൊക്കെ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിയില്ലേ? സമാനമായി തന്നെ എല്ലാ കാര്യങ്ങളും പോകുമെന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ശ്യാമയെ, ഷോ ഓഫിനപ്പുറം മറ്റ് ചില പ്രതികൂലമായ ഘടകങ്ങൾ കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും റോജി എം ജോണിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു ചുമതലയിലേക്ക് വരാം എന്ന് തന്നെയായിരുന്നു റോജി എം ജോണിനെ നൽകിയിരുന്ന KC പക്ഷത്തുള്ള VD സതീശനോട് അടുത്തുള്ള റോജി എം ജോണിനുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഈ ലീഗ് കൊടുക്കുന്ന ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കൊടുക്കുമ്പോഴേക്കും ഫിഷറീസ് വകുപ്പിൽ കടുംപിടുത്തം തുടരുമ്പോൾ അതിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പം, അതാണ് പ്രധാനമായ ഒരു തടസ്സമായി നിലനിൽക്കുന്നത്. എന്തായാലും ലീഗിന് ഫിഷറീസ് വകുപ്പ് കൊടുക്കേണ്ട ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി VD നടത്തിയ സമവായ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ധീവര സമുദായ സംഘങ്ങൾ നടത്തിയ ചർച്ചകളുമെല്ലാം തന്നെ ഇതിൻ്റെ പ്രതിഫലനം എന്നോണം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും റോജി എം ജോണിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമാണ് വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നത്. ആ വകുപ്പ് കൊടുത്തേ കോൺഗ്രസിന് പറ്റുകയുള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ചില പ്രതികൂല ഘടകങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഫിഷറീസ് വകുപ്പ് നിലവിൽ വിട്ടുകൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ മനസ്സിൽ കണക്ക് കൂടുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ലീഗിന് ഇത്രയധികം മറ്റ് അനുനയ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ലീഗിൽ നിന്ന് വരുന്ന ചില അസ്വാരസ്യങ്ങളുണ്ട്. ഫിഷറീസ് വകുപ്പ് അല്ലാതെ മറ്റ് ഒരു വകുപ്പും സ്വീകരിക്കേണ്ട എന്ന് തന്നെയാണ് ലീഗിൽ നിന്നും ഉയരുന്ന ചില വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ വരുന്നത്. ശ്യാം.